മാർഗം ഗതിദൂരെ ദിശനേരെ നഗരമിതിൽ ധ്യാനം ചിന്തി പോലെ ഉള്ളിൽ കണ്ണിൽ മിന്നുന്നേ കർമ്മം നിന്നിൽ കടലങ്ങോളം ചെന്നാക്കര കൈ നീട്ടുമോ ഒടുക്കം മുന്നിൽ നാളെ. നിന്റെ മുതലാളി എന്തേ? മുതലാളി എവിടെ? വാ സാറേ. റെഡിയാണോ? ആ റെഡി സാറേ. സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. ചുടുവേര് പിണയുന്നു മനസ്സേ നനതേടി പല കോടിൽ പടരുന്നു സ്വയമേ അതിവേഗമാഴം കൂടും തീരാച്ചുരം വഴി മുന്നേറവേ വിധിയോടു കാലം തോറും പോരാട്ടമോ വെറുതെ അതിരുകളകലെ അടരുകളകലെ കഥയൊരു വഴി മാറുമോ ഇരവുകളൊടുവിൽ ചെറുപകലുകളൊന്നു പരിചിതമാവുമോ കടലങ്ങോളം ചെന്നാക്കര കൈ നീട്ടുമോ ഒടുക്കം മുന്നിൽ നാളെ. എന്താ വിശേഷം? ലക്ഷ്മിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പൊ ഇതിലും തീരത്തില്ലേ? ഒന്നുമില്ല സാർ. ശരി സാർ. ഓക്കെ സാർ. സാർ വന്ന ഉടനെ ഞാൻ അറിയിച്ചോളാം സാർ. ശരി സാർ. അത് ഞാൻ ചെക്ക് ചെയ്യും സാർ. ഓക്കെ സാർ. രാവിലെ തന്നെ നൂലാമല ഞാൻ വന്നു സാർ. എന്താണ് പ്രശ്നം? സാർ ഈ ബസ് നേരെ മാല പൊട്ടിച്ചിരുന്നു. ആരുടെ? ഈ അമ്മച്ചിയുടെ. ഇവരാന്നാ പറയുന്നത്. നിങ്ങൾ മൂന്നുപേരും ഇറങ്ങി പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങളോട് മാല എടുത്തോ? സാർ ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ബസ്സിൽ ഞങ്ങൾ മാത്രമൊന്നല്ലല്ലോ യാത്രക്കാര്. നോക്ക് നേരത്തും കാലത്തും എല്ലാവർക്കും പണിക്ക് പോകണമെങ്കിൽ 5 മിനിറ്റ് സമയം തരും. ആരെങ്കിലും മാല എടുത്തിട്ടുണ്ടെങ്കിൽ ആരും അറിയാതെ നിലത്തേക്കിട്ടേക്ക്. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ വന്നേ വന്നേ വണ്ടിയും ഒതുക്കിയിട്ടു ഒരൊറ്റയാളെ പുറത്തേക്ക്. ഇപ്പോഴാണെങ്കിൽ ആരും അറിയില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്ക്. സാറ് ഞങ്ങൾ എടുത്തിട്ടില്ല. സാറ് ബാഗ് ചെക്ക് ചെയ്തല്ലേ? എന്റെ ഇപ്പൊ എന്തെങ്കിലും കിട്ടിയോ? ഇല്ലല്ലോ. ബസ്സിലും ബാഗിലൊന്നുമില്ല സാറേ. ബസ്സില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ട്. സമയത്ത് ജോലിക്ക് കയറിയില്ലെങ്കിൽ ഞങ്ങളുടെ പണി പോകും സാറേ. സിഐ ഇപ്പൊ വരും. പിന്നെ എന്റെ നിൽക്കല്ല. ഇപ്പൊ അങ്ങോട്ട് കൊടുത്താ പ്രശ്നം നടത്തി. എന്ത് കഷ്ടമാണ് സാറേ. എന്റെ ഭർത്താവ് നാട്ടുകാരൊക്കെ അറിഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. സാറേ CSR വരുന്നുണ്ടേ. ഓ സാറേ ദേ ആളെത്തി. സൈലൻസ്.
സാറേ ഇവരെ എന്റെ തൊട്ട് പുറകിൽ നിന്നത്. പിന്നെ തൊട്ട് പുറകിൽ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇത് ഞങ്ങളെ കളിയൊക്കെയുണ്ടല്ലോ. സ്വഭാവം നിങ്ങൾ അറിയും. എന്ത് മര്യാദ? ഇപ്പൊ ഞങ്ങൾ വെട്ടില്ലേ? അല്ല പിന്നെ തോന്നിയത് പറഞ്ഞ ഒരു അതിര്. എന്താണോ കേസ്? ആ സാറേ, ബസ്സിൽ വെച്ച് ഇവർ ഈ സ്ത്രീയുടെ സാറേ ബസ്സിൽ വെച്ച് ഇവരാണ് എന്റെ മാല മോഷ്ടിച്ചത്. ഇവിടെ വനിതാ പോലീസില്ലേ? സാർ, രണ്ടുപേരും കേബിൾ കോഴ്സിന് പോയിരിക്കാം. പിന്നെ ഉള്ള മെറ്റർണിറ്റി ലീവില്ല. മാല എങ്ങനെ എടുത്തോളൂ? സാർ ഈ തലയ്ക്ക് വട്ടാണ്. ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ സാറിന് വേണമെങ്കിൽ തപ്പി നോക്കിക്കോ. നിന്റെ മറ്റടുത്ത് തപ്പി നോക്കൽ അല്ലടി എന്റെ പണി. സാർ വേണ്ട സാർ. സാർ ഞാൻ ഗർഭിണിയാണ്. അതേ കരകി പോകണി. അല്ലല്ല സാറേ, മാല എന്റെ കയ്യിലുണ്ട്, ഞാൻ തന്നേക്കാം. വേണ്ട സാർ. ഗർഭിണി മറ്റടത്ത ഇവിടെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നീയൊക്കെ കാക്കിയിട്ടുണ്ട് എന്തിനാ ചെനക്കാൻ നടക്കുന്നത്? സാർ, സാറേ മോക്ക് MBBS അഡ്മിഷൻ കിട്ടി. എടുക്ക് സാർ. സാറേ, ആ പെണ്ണുങ്ങളുടെ പേരിൽ മോഷണ കേസിന് FIR ഇടട്ടെ? ഈ പ്രായത്തിൽ ആ സ്ത്രീ മാലയ്ക്ക് വേണ്ടി കോടതി കയറി ഇറങ്ങണം. അവരെങ്ങനെ പറഞ്ഞു വിട്ടേക്ക്? സാറേ, ചവിട്ടിയതല്ലേ, മെഡിക്കൽ എടുക്കാതെ വിട്ടാ അവരെങ്ങനെ ആശുപത്രി പോയി അഡ്മിറ്റ് ആയാലോ. താൻ ഈ ലഡു വന്നിട്ട് എനിക്കിട്ടുണ്ടാക്കാൻ നോക്കണം. എന്റെ പണി പോകാതെ നോക്കാൻ എനിക്കറിയാം. സാറേ, നമ്മുടെ ഒരു സേഫ്റ്റിക്ക്. സോറി സാർ. ആ പറയടോ. സാറേ, രാവിലെ ഒരു സ്നാച്ചിങ് കേസ് ഉണ്ടായിരുന്നു. അവള് ഗർഭിണിയാന്ന് പറഞ്ഞപ്പോ അവളുടെ നാഭി നോക്കിയാ പുള്ളി തൊഴിച്ചത്. എങ്ങാനും ഗർഭിണിയായിരുന്നു ഞങ്ങളുടെയൊക്കെ പണി പോയാ സാറേ. എന്നിട്ടിപ്പം കേസ് കൊടുക്കണ്ട, മെഡിക്കലും അടിക്കണ്ടെന്നാ പറയുന്നത്. ആ, ഞാൻ അവനോട് സംസാരിച്ചോളാം. ശരി സാർ. എന്തു പറ്റി? സസ്പെൻഷൻ കഴിഞ്ഞ് ഹരി ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പൊ തന്നെ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഹരി എത്തിയായിരുന്നോ? ആ, ഞാൻ ജോയിൻ ചെയ്തു. ഈ മോളെ കോളേജിൽ കൊണ്ട് വിട്ടായിരുന്നോ? ഹരി മരുന്ന് കഴിച്ചായിരുന്നോ? മരുന്നൊക്കെ ഞാൻ കഴിച്ചോളാം. ഹരി സമയത്ത് മരുന്ന് കഴിച്ചേക്കണം കേട്ടോ, അത് മറന്നേക്കല്ലേ. നീ ചോദിച്ചാൽ എനിക്കൊരു കോള് വരുന്നുണ്ട്. ആ. എല്ലാവരും ഫോൺ നമ്പർ പറ. സാർ, ഇവിടെ ഉള്ളവന്മാരൊക്കെ മിടുക്കന്മാരാണെന്ന് എനിക്കറിയാം. ആ മിടുക്കുമായിട്ട് എന്നെ നെഞ്ചത്തോട്ട് കയറാൻ നിൽക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ പറയുന്നതായിട്ട് പണിയെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ മെഡിക്കലും അടിച്ചു പോവാം. പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മേളിലോട്ട് വിളിച്ചുണ്ടാക്കുന്നവന്മാർ ആരായാലും അവിടെ നിന്ന് മര്യാദയ്ക്ക് സർവീസ് കഴിഞ്ഞ് പോയില്ല. മനസ്സിലായോ? സാർ, ഡെൽറ്റ അദ്ദേഹം കോളിലുണ്ട്. നീ എന്തിനാ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, എന്നാ പിന്നെ എന്റെ കസേരയില് നീ വന്നിരുന്ന് ഉണ്ടാക്കും. എന്താണോ? സാറേ, ഞാൻ ശ്രീറാം ഫിനാൻസിലെ സ്റ്റാഫാണ്. രാവിലെ ഇയാളൊരു മാല പണി വയ്ക്കാൻ വന്നിരുന്നു. അത് മുക്കോണ്ടാണ്. മുക്കൊണ്ടൊന്നും അല്ല സാറേ, എന്റെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി ഞാൻ രാവിലെ മാല പണയം വെക്കാൻ ചെന്നതാണ് സാറേ. അത് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഒരു വേറൊരു മാലയാണ് എടുത്ത് കാണിക്കുന്നത്. എടോ, അതേപോലത്തെ വേറെ മാല ഉണ്ടാക്കണമെങ്കിൽ തന്റെ മാല ഇതിനു മുമ്പ് ഇവര് കണ്ടിട്ടുണ്ടോ? ഞാനൊരു കള്ളനൊന്നും അല്ല സാറേ, ഒരു ബസ് കണ്ടക്ടറാണ്. എന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. സത്യമായിട്ടും സാറേ. എത്ര പേരുണ്ടായിരുന്നു? 2 പവനോളം. താൻ ആ മാല ഏത് കടയിൽ നിന്ന് എന്നാണ് മേടിച്ചെന്ന് ഓർമ്മയുണ്ടോ? അനശ്വര ജുവലറിന്ന് സാർ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ സമ്മാനമായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ്.
ഓഗസ്റ്റ് 2-ാം തീയതി 2022. ഇയാള് പറഞ്ഞ സത്യമാണെന്നോ ആ ജൂവലറി വിളിച്ച് അന്വേഷിക്കും. ശരി സാർ. എന്തായാലും അവനകത്തുണ്ടല്ലോ അല്ലേ? ഇല്ല സർ, ബസ്സിലെ മാല കേസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മുക്കുകൊണ്ടം പണയം വെച്ച കേസ് വന്നു. ഞാൻ ചോദിച്ചതാ വേറെ ആരെങ്കിലും പറഞ്ഞോട്ടാ മതി ഒന്ന്. പുള്ളി ഇത് മൈൻഡ് പോലും ചെയ്യാതെ വണ്ടി എടുത്ത് അതിന്റെ പുറകെ പോയിട്ടുണ്ട്. സർ സാർ ജയിൽ ചാർജ് വിളിച്ചിരുന്നു. 12 പരാതിക്കാരെ സാറിനെ കാണാൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അത്യാവശ്യക്കാരാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തോളൂ. സാർ ഈ മുറിയിലാണ് സാർ. ഞാൻ പോകുന്നില്ല, ഞാൻ ടീച്ചറിനോട് പറഞ്ഞു. ഈ മാല മോൾക്ക് അച്ഛൻ വാങ്ങി തന്നതാണോ? അതെ സാർ. തനിയാളെയും കൂട്ടി ചെന്ന പിയറെ കണ്ടിട്ട് കാശിന്റെ കാര്യത്തെ കുറിച്ച് സാവകാശം കൊടുക്കാൻ ഞാൻ പറഞ്ഞെന്ന് പറ. ശരി സാർ. മോളിക്ക് വന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആ മാലയൊന്ന് നോക്ക് പോലും ചെയ്യാതെ നിന്റെയാണെന്ന് പറഞ്ഞെന്നോണേ. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ അച്ഛന്റെ പേര് കേസെടുക്കേണ്ടി വരും. സാറേ, എന്റേത് കളഞ്ഞു പോയതാ. അച്ഛനോട് പറയാൻ പേടിച്ചിട്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയതാ. നീ വീണ്ടും കള്ളം പറയരുത്. ആ മാല പണയം വെക്കാൻ അച്ഛൻ കൊണ്ടുപോകുമ്പോഴേ നിനക്കറിയാം അത് മുക്കവണ്ടവാണെന്നും പിടിച്ചാൽ നിന്റെ അച്ഛൻ പ്രതിയാകുമെന്നും. എന്നിട്ട് നീ അത് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതല്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ ചോദ്യം ചെയ്യുന്നത്. സാർ, എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പിയറോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ. തൽക്കാലം ചെണ്ടകളുടെ പൈസ അടയ്ക്കാം, ബാക്കി ഡിസ്ചാർജ് സമയത്ത് അടച്ചാൽ മതി. അതിനുശേഷം അവൻ നിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? മോളെ എന്താ മോളെ പ്രശ്നം? ശോഭയുടെ ബൈസ്റ്റാൻഡറല്ലേ? CT സ്കാൻ എടുക്കാൻ കൊണ്ടുപോവാ. ചന്ദ്രേട്ടാ, എന്തിനാ മോളെ പോലീസ്? ഞാൻ നോക്കട്ടെ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നാളെ മകളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? കടയിൽ തിരക്കി ഈ മാലയുടെ എക്സാക്ട് തൂക്കം അറിയണം. എന്നിട്ട് ഇത് എവിടെയെങ്കിലും വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ അറിയിക്കണം. മെൽവിൻ ആരാ? എന്താ? ഞങ്ങൾ സ്ക്വാഡിലെ പോലീസുകാരാ. ആലുവ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നില്ലേ ഈ മാലയുടെ ഡീറ്റെയിൽസിന് വേണ്ടിട്ട്? വിളിച്ചിട്ടുണ്ട് സാർ, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ വാങ്ങിച്ചതല്ലേ? അതെ സാർ. സാർ, ചന്ദ്രബാബു എന്ന ആളാണ് വാങ്ങിച്ചത്. ഇതിന്റെ കൃത്യം വെയിറ്റ് എത്രയാണ്? 16 ഗ്രാം 20 മില്ലി. വാങ്ങിയ ഡേറ്റ് ഓഗസ്റ്റ് 2, 2022. എനിക്കതിന്റെ പ്രിന്റ് ഔട്ട് ഒന്ന് വേണം. പോലീസാണേ, ഒരു കേസിന്റെ കാര്യത്തിന് വന്ന ഇതേ ഡിസൈനിലുള്ള മാലയുടെ പണയം വെച്ചെന്ന് പറയണം. തൂക്കം 2 പവൻ വരും. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയേ. ഇല്ല സാറേ, പണയം വെക്കാൻ ഇതേപോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല ചേട്ടാ, ഇതേ ഡിസൈനുള്ള മാലയുടെ ആരും പണയം വെച്ചിട്ടുണ്ടോ? സാറേ, റെക്കോർഡ്സിലില്ല. എന്തായി? ഇല്ലില്ല. ആ ഡിസൈന് വന്നിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ഇല്ല സാറേ. ശരിയാണ്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാറില്ല സാറേ. നമ്മളിപ്പോൾ തന്നെ 10-30 സ്ഥാപനത്തിൽ കയറി ഇറങ്ങി. ഇനിയും കയറാനാണ് 10 ബാക്കി. ഇതെടുത്തവൻ ഈ ജില്ലയിൽ തന്നെ പണയം വെക്കുന്നോ വിൽക്കുന്നോ എന്തോ ഉറപ്പ്? ഉരുക്കിയിട്ടുണ്ടെങ്കിലോ? ഹരിസാറിന് എന്തിനൊക്കെ അറിയാൻ പാടില്ല ചേട്ടാ. ഇത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റ് പുറകെ എല്ലായിടത്തും കയറി ആളത് വീണ്ടും തപ്പും. പിന്നെ നമ്മൾ അന്വേഷിച്ചില്ലെന്ന് അറിഞ്ഞാൽ അത് മതി നമ്മുടെ പണി പോവാൻ. നീ അത് കുടിച്ചൊരു വണ്ടി എടുക്കും.
സാറേ, ഇതാണ് സാറ് പറഞ്ഞ മാല. ഇതിന്റെ കൂടെ വേറെ രണ്ടെണ്ണം കൂടെ പണയം വെച്ചിട്ടുണ്ട്. നീ ഹരിസാറിനൊന്ന് വിളിച്ച് പറഞ്ഞേ. ഇത് പണയം വെച്ചാൽ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. ഓ അതെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ട്. സർ, പണയം വെച്ച മാല കിട്ടിയിട്ടുണ്ട് സർ. സർ, അതിനോട് 2 മാല കൂടി പണയം വെച്ചിട്ടുണ്ട്. ആരാ പണയം വെച്ചത്? സർ, ആന്റണി സാറ് നോക്കുന്നുണ്ട്. അഡ്രസ് എടുത്തിട്ട് എന്നെ അപ്ഡേറ്റ് ചെയ്യും. സാറേ, അപ്പൊ ഈ മാലയുടെ കാര്യം എങ്ങനെയാ? ഇതൊരു കേസിൽപ്പെട്ട മാലയാ. വിളിക്കുമ്പോൾ താൻ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. എല്ലാരും പച്ച എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവള് നീലി എടുത്തോണ്ട് വന്ന. ഇത്തവണ നിങ്ങൾ ആരാന്ന് വെച്ചാൽ അവളെ വിളിച്ച് കളർ കോഡൊക്കെ പറഞ്ഞു. ഞാൻ വിളിക്കാം. നമ്മുടെ ഹരി വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ബൈ. ഡാ, ഇന്ന് റിയൂണിയൻ വരില്ലേ? അവിടെ അമ്മൂൺ ട്രീസൊക്കെ വരുന്നതന്നെ നിന്നെ കാണാൻ വേണ്ടിട്ടാ. പഴയ ചോക്ലേറ്റ് ഹീറോ അല്ലേ? സാറേ, ആ മാല പണയം വെച്ച പെൺകുട്ടി വർക്കുന്ന സ്ഥാപനത്തിൽ എത്തി അന്വേഷിച്ചായിരുന്നേ. അവരിപ്പോ ലീവിലാണ് സാർ. ഹിമാചൽ എവിടെ ട്രിപ്പ് പോയേക്കുവാ. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. ഔട്ട് ഓഫ് കവറേജാ. നമ്മൾ അന്വേഷിക്കുന്ന കാര്യം അവളെ അറിയരുത് സാർ. അവളെ മോണിറ്റർ ചെയ്യണം. ശരി സാർ. ശരി. കംപ്ലൈന്റ് അതോറിറ്റിയിൽ SP വന്നിട്ട് അയാൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുന്ന കൊണാണ്ടർമാർക്കാ കഴപ്പ്. എന്നെ ഡിമോട്ട് ചെയ്തില്ലെങ്കിൽ കേരള പോലീസിന്റെ അച്ചടക്കം പോകുന്ന അവന്മാർ പറയുന്നു. ഹർജി ഞാൻ കൊടുക്കാം. പക്ഷെ എനിക്ക് കേസ് വലിയ പ്രതീക്ഷയില്ല ഹരി. നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ വാദിക്കാൻ അറിയാവുന്ന വക്കീലന്മാരെ ഞാൻ വെച്ചോളാം. ഇരിക്കേ. ദേ, നിന്റെ ഈ സ്വഭാവം കൊണ്ടാ DYSP ആയിരുന്നു ഇപ്പൊ CI ആയിട്ട് കേസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഹരി, പ്രവീണേ, സർ, 2 മാലയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് സർ. കണ്ടക്ടർ ചന്ദ്രബാബു പറഞ്ഞ സത്യമാണ്. അയാൾ ആ മാല അനശ്വര ജ്വല്ലറിൽ തന്നെ വാങ്ങിയതാണ്. വാങ്ങിയ ഡേറ്റും നോക്കും ക്രോസ് ചെക്ക് ചെയ്തോ? ക്രോസ് ചെക്ക് ചെയ്തു. 2 അയാൾ പറഞ്ഞു തന്നെയാണ്. ബാക്കി 2 മാലകളോ? സർ, അതിൽ ഒരെണ്ണം ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ജോസഫ് ചെമ്പോല എന്ന് പറഞ്ഞ ഒരാളാണ് വാങ്ങിയിരിക്കുന്നത്. 2ാമത്തെ മാല ഗിരിപ്പേജ് ജ്വല്ലറി എന്നുള്ളതാണ്. അത് ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തോളാം സർ. ഈ ജോസഫ് ചെമ്പോല ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. പുള്ളി കർണാടക പോലീസിലുണ്ടായിരുന്നപ്പോൾ തൂങ്ങി മരിച്ചാണ് സർ. ആത്മഹത്യ എന്നാ പറഞ്ഞ സാറേ. ഈ ലോകത്ത് ഒന്നിനെയും പേടിയില്ലാത്ത ആളായിരുന്നു. എത്ര നാള്? 8 മാസം. ഞാൻ എന്തെങ്കിലും കുടിക്കാടില്ല. വേണ്ട. ഈ മാല ഇവിടുത്തെ ഭീമാജുവിലൂടെ ഇന്ന് ജോസഫ് സാർ വാങ്ങിയതോ? ആ, ഇത് മോളുടെ മാലയാ. ഇത് കഴുത്തിന്ന് ആരോ പൊട്ടിച്ചോണ്ട് പോയതാന്നാ പറഞ്ഞേ. അമ്മോ, മോളുടെ ഈ മാല എവിടെ വെച്ചാ പോയെ? ഇത് കോളേജിൽ പോയപ്പോ ബൈക്കുമ്പോ വന്ന് പൊട്ടിച്ചോണ്ട് പോയതാ. പപ്പി, ഞാൻ സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിരുന്നു. ഏത് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്? വെസ്റ്റ് സ്റ്റേഷൻ. മോളുടെ പേരെന്താ? ഏഞ്ചൽ. ശരി. ബസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതിന്റെ കേസ് ഫയൽ ഒന്ന് എടുക്കണം. സാർ. സംഗീത, ഗുഡ് ആഫ്റ്റർനൂൺ സർ. മേ ഹെൽപ്പ് യു? പോലീസ് പറയൂ സർ. ഇതേ ഡിസൈനിൽ ഇതേ തൂക്കത്തിൽ ഇവിടെ നിന്ന് വിറ്റുപോയിട്ടുള്ള മാലകളുടെ ഡീറ്റെയിൽസ് ഒന്ന് വേണം. സാർ ഒന്നിരിക്കാം. ശ്രീത്തെ, ഇതിന്റെ ബില്ലൊന്ന് എടുത്തോ സാർ. 1 മിനിറ്റ്. സാർ, ഇതാണ് ബില്ല്. ആന്റണി പറഞ്ഞു. സാറേ, ഹരിശങ്കർ സാർ പറഞ്ഞൊരു കേസിന്റെ അന്വേഷണത്തിലായിരുന്നു. അതിലൊരു കുഴപ്പമുണ്ട് സാറേ. താൻ ഈ ഡീറ്റെയിൽസ് ഒന്നും അവന് കൊടുക്കാൻ നിൽക്കണ്ട. ചോദിച്ച അഡ്രസ് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. താൻ നേരെ ഇങ്ങോട്ട് പോരും. ശരി സർ.
പ്രവീണേ, ആന്റണി അവിടെ ഇല്ലേ? വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഒരു അർജന്റ് കോളൊന്നും പുറത്തു പോയതാ. മൂന്നാമത്തെ മാലയുടെ ഡീറ്റെയിൽസ് കിട്ടിയോ? അതോടെ സിസ്റ്റം ഹാങ് ആയതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യണം സാർ. ബില്ല് കിട്ടിയാലോടെ സാറിനെ റിപ്പോർട്ട് ചെയ്താൽ കിട്ടുമ്പോൾ എന്നെ അറിയിക്കും. തന്റെ ഭാര്യയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. തന്നോട് മോളെയും കുട്ടി നാളെ വരാനല്ലേ പറഞ്ഞു? മോള് വരേണ്ട കാര്യം എന്താണ് സാർ? ആ മാല മാറ്റിയത് തന്റെ മകളാ. തന്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ കണ്ടിട്ടാണ് നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ മോളെയും കുട്ടി വാ. സാർ, എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ. ഞാൻ അവളെ അങ്ങനെയല്ല വളർത്തിയിട്ടുള്ളത്. സുഹൃത്തെ, തന്റെ മകൾക്ക് ഒരു ചെറുപ്പക്കാരനുമായി ബന്ധമുണ്ടായിരുന്നു. അയാൾ അവളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. താൻ മോളെയും കൊണ്ട് വരാൻ പറഞ്ഞ അവളുടെ മൊഴിയെടുത്ത് നാളെ കേസെടുക്കാൻ വേണ്ടിയാണ്. എന്റെ മോൾ അത്ര കാര്യമല്ല സാർ. സാറിന്ന് വന്ന് ചോദ്യം ചെയ്തിട്ട് പോയതിനു ശേഷം അവളുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് എന്നെ പേടി വന്നു. ഒറ്റ മോള സാർ. എന്തു വന്നാലും അവളെ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരില്ല. 18 വയസ്സ് താഴെയുള്ള പെങ്കൊച്ച. താൻ കൊണ്ടുവന്നില്ലല്ലോ. പോക്സോ ആയിട്ട് കേസെടുക്കാൻ എനിക്കറിയാം. സാർ, ഡെൽറ്റ. ബ്രാവോ ആൻസറിംഗ്. റോജോ. നീ ഇപ്പൊ ഏതോ കേസിന്റെ പുറകെ കേട്ടല്ലോ, അതെന്തായി? രാവിലെ ഒരു മുക്കുമണ്ട കേസ് വന്ന അന്വേഷിച്ച് വന്നപ്പോൾ അത് പോക്സോ എന്ന് തോന്നുന്നു. സൂയിസൈഡ് ചെയ്ത കർണാടക CI ജോസഫ് സാറിന്റെ മൂലം അബ്യൂസ് ചെയ്യപ്പെട്ടെന്ന് സംശയമുണ്ട്. മറ്റൊരു മാലയുടെ ഡീറ്റെയിൽസ് കൂടെ കിട്ടാനുണ്ട്. അതുകൂടെ കിട്ടിയ കാര്യങ്ങൾ തന്നെ ക്ലിയർ ആവും. എടാ, പിന്നെ ഹൈദരാബാദിൽ ഒരു സൈബർ ക്രൈമിന്റെ ട്രെയിനിങ് ഉണ്ട്. അതിലിട്ടിരുന്ന CI മെഡിക്കൽ അടിച്ച് മാറി. നിന്നെ വിടാൻ SP എന്നോട് പറഞ്ഞു. നാളെ തന്നെ പോണം. അപ്പൊ എനിക്കിട്ടുള്ള പണിയല്ലേ? IPS കാരനെ മൂക്കിടിച്ച് അളക്കുമ്പോൾ ഓർക്കണമെന്ന് ഇതുപോലെ പണി വരുമെന്ന്. ശരി സാറേ.